നമസ്കാരം. നിങ്ങളുടെ വർക്ക് ടേബിളിലോ പഠിക്കുന്ന ഡെസ്കോ എപ്പോഴെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെ നോക്കിയാലും പുസ്തകങ്ങളും കടലാസുകളും പിന്നെ കുടിച്ചു ബാക്കി വെച്ച കാപ്പിക്കപ്പുകളും അങ്ങനെ ആകെ വലിച്ചുവാരിയിട്ടൊരവസ്ഥയിലാണോ നിങ്ങളുടെ ആ ഒരു സ്പേസ് എപ്പോഴും കിടക്കാറുള്ളത്? എങ്കിൽ മനുഷ്യമനസ്സിന്റെ ചില രഹസ്യങ്ങൾ ഡീകോഡ് ചെയ്യുന്ന ഈ പുതിയ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സങ്കീർണമായ എന്നാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മനഃശാസ്ത്രമാണ് കേട്ടോ. സത്യം പറയൂ, ഈ അലങ്കോലമായി കിടക്കുന്ന മുറിയും ഡെസ്കുമൊക്കെ കണ്ട് വീട്ടുകാരോ കൂട്ടുകാരോ നിങ്ങളെ എപ്പോഴെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഇവനൊരു ഭയങ്കര മടിയനാണ്, അല്ലെങ്കിൽ ഇവൾക്ക് ഒട്ടും ചിട്ടയില്ല എന്നൊക്കെ നിരന്തരം കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കാൻ കഴിയാത്തതുകൊണ്ട് തനിക്കെന്തോ വലിയ കുഴപ്പമുണ്ട് എന്ന് നിങ്ങളും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകുമല്ലേ? ഇതൊക്കെ ശരിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കണം. ഇതാ ആ വലിയ രഹസ്യം ഞാൻ വെളിപ്പെടുത്തുകയാണ്. ശാസ്ത്രവും മനഃശാസ്ത്രവും പറയുന്നത് നിങ്ങളുടെ ഈ അലങ്കോലമായ ഡെസ്ക് ഒരിക്കലും ഒരു മടിയുടെയോ പോരായ്മയുടെയോ ലക്ഷണമല്ല എന്നാണ്. മറിച്ച് അതൊരു ഉയർന്ന ബുദ്ധിശക്തിയുടെ, അതായത് നിങ്ങളുടെ ഉയർന്ന ഐക്യുവിന്റെ വളരെ കൃത്യമായൊരു അടയാളമാണ്. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? ശരി, നമുക്കിതിലേക്ക് കടക്കാം. ഇതെന്താണെന്നൊന്ന് വിശദമായി തന്നെ നോക്കാം. ഒന്നാമത്തെ കാര്യം സെലക്ടീവ് ഓർഗനൈസേഷൻ. ഉയർന്ന ബുദ്ധിശക്തിയുള്ള ഒരു തലച്ചോറ് എല്ലാ കാര്യങ്ങളെയും ഒരേപോലെ അല്ല കാണുന്നത് എന്നാണ് ഈ ആദ്യത്തെ മനഃശാസ്ത്ര ആശയം പറയുന്നത്. മനഃശാസ്ത്രത്തിൽ ഇതിനെ സെലക്ടീവ് ഓർഗനൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് വളരെ ബുദ്ധിമാന്മാരായ ആളുകൾ കണ്ട സകല കാര്യങ്ങളും ഒരേപോലെ അടുക്കി വയ്ക്കാൻ മെനക്കെടാറില്ല. കാരണം വളരെ ലളിതമാണ്. അവർക്ക് ഏറ്റവും താൽപ്പര്യമുള്ളതും അവർക്ക് പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങളിൽ മാത്രമേ അവർ തങ്ങളുടെ ഊർജ്ജം വെറുതെ ചെലവഴിക്കാറുള്ളൂ. അല്ലാത്തതൊക്കെ അവർ അങ്ങനെ തന്നെ വിടും. ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നതെന്താണെന്നാൽ, പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ഡെസ്ക് വലിയ അലങ്കോലമായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ലാപ്ടോപ്പിലെ ഡിജിറ്റൽ ഫയലുകളോ നിങ്ങളുടെ പ്രധാനപ്പെട്ട വർക്ക് പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ആശയങ്ങളോ ഒന്ന് നോക്കൂ. അതൊക്കെ തികച്ചും കൃത്യമായി അടുക്കിവെച്ച ഒന്നായിരിക്കും. ഇതൊരു വലിയ വൈരുദ്ധ്യമായി തോന്നുന്നില്ലേ? ഈ വൈരുദ്ധ്യത്തിന് പിന്നിൽ വളരെ കൃത്യമായൊരു കാരണമുണ്ട്. രണ്ടാമത്തെ കാര്യം മാനസിക കാര്യക്ഷമതയുടെ ഒരു തന്ത്രമാണ്. നോക്കൂ, നമ്മുടെ തലച്ചോറിനെ ഉപയോഗിക്കാൻ കഴിയുന്ന ഊർജ്ജത്തിന് ഒരു പരിധിയുണ്ട്. ഈ ഊർജ്ജത്തെ നിങ്ങളുടെ തലച്ചോറ് എങ്ങനെ തന്ത്രപരമായി ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകളുടെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡെസ്ക് എപ്പോഴും അടുക്കി വയ്ക്കുക എന്നത് അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ടുതന്നെ അവർക്ക് ആവശ്യമില്ലാത്ത ഇത്തരം ചെറിയ കാര്യങ്ങളെ അവർ പൂർണ്ണമായും അങ്ങ് അവഗണിക്കും. സത്യം പറഞ്ഞാൽ ഡെസ്ക് വൃത്തിയാക്കുക എന്ന പ്രവൃത്തിയെ തലച്ചോറ് ബോധപൂർവം മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. അതായത് മറ്റുള്ളവർക്കൊരു അസ്ഥിരതയായിട്ടോ മടിയായിട്ടോ ഒക്കെ തോന്നുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ തലച്ചോറിന്റെ മാനസിക കാര്യക്ഷമതയാണ് എന്ന് നമുക്ക് പറയാം. ഈ അലങ്കോലത്തെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിന്റെ ബോധപൂർവമുള്ള ഒരു തന്ത്രമാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള തലച്ചോറിന്റെ ഒരു കിഡിലൻ ഷോർട്ട്കട്ട്. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. ആകാംക്ഷയും ആഴത്തിലുള്ള താൽപ്പര്യവും. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ശക്തമായ ആകാംക്ഷ എങ്ങനെയാണ് ചുറ്റുപാടുകൾ വൃത്തിയാക്കണമെന്ന ചിന്തയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിലേറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നാൽ, ഉയർന്ന ഐക്യുള്ള ആളുകൾ പെട്ടെന്ന് പുതിയ വിഷയങ്ങളിലേക്ക് വളരെ ആഴത്തിലങ്ങ് ഇറങ്ങിച്ചെല്ലും. അവർ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വല്ലാതെ ആഗ്രഹിക്കുകയും അതിനെക്കുറിച്ച് മുഴുവനായി മനസ്സിലാക്കുന്നതുവരെ അതിൽ പൂർണ്ണമായി മുഴുകുകയും ചെയ്യും. ഈയൊരു ബയോളജിക്കൽ ലൂപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യം നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ആകാംക്ഷയുണ്ടാകുന്നു, പിന്നെ അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനം തുടങ്ങുന്നു. ഈ സമയത്ത് നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതൊരു വലിയ റിവാർഡായി നിങ്ങളുടെ മനസ്സിന് തോന്നുകയും ചെയ്യും. അപ്പോ പുതിയ വിവരങ്ങളിൽ നിന്ന് ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കുന്ന തിരക്കിലാണ് നിങ്ങളുടെ തലച്ചോറ്. അല്ലാതെ നിങ്ങൾക്ക് വട്ടായതുകൊണ്ടോ മടികൊണ്ടോ ഒന്നുമല്ല നിങ്ങളുടെ ചുറ്റുപാടുകൾ ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങൾ പഠിക്കുന്ന ആ പുതിയ കാര്യത്തിലാണ്. നാലാമതായി നമ്മൾ നോക്കുന്നത് ബൗദ്ധികമായ വിശപ്പിനെക്കുറിച്ചാണ്. പുതിയ കാര്യങ്ങൾക്കായുള്ള ഈ വിശപ്പിനെക്കുറിച്ച് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങളുടെ ഈ സ്വഭാവം വെറുമൊരു ശ്രദ്ധക്കുറവല്ല കേട്ടോ. വലിയ ആശയങ്ങളും ചിന്തകളും കൊണ്ട് തിരക്കുള്ള ഒരു മനസ്സിന്റെ കൃത്യമായ ലക്ഷണമാണിത്. വെറുതെ മേശ വൃത്തിയാക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് ആ ചിന്തകൾ. അതൊരു വലിയ ബൗദ്ധിക വിശപ്പാണ്. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. എപ്പോഴും പുതിയ ആശയങ്ങൾ തേടിപ്പോകുക, പുതിയ അറിവുകൾ നേടാൻ വല്ലാതെ ആഗ്രഹിക്കുക, കാര്യങ്ങൾ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്ന് ആഴത്തിൽ ചോദ്യം ചെയ്യുക, ഇവയെല്ലാം നിങ്ങളുടെ സവിശേഷതകളാണ്.
അല്ലാതെ നിങ്ങളുടെ മുറി അടിച്ചുവാരി വൃത്തിയാക്കാൻ കഴിയാത്തത് നിങ്ങളുടെ ഒരു കുറവല്ല എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? ഇനി അഞ്ചാമത്തെ കാര്യം കോഗ്നിറ്റീവ് റിഫ്ലക്ഷൻ. ഉയർന്ന ബുദ്ധിശക്തിയുള്ളവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സവിശേഷതയാണിത്. നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഇതെങ്ങനെയാണ് നിങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. ഈ കോഗ്നിറ്റീവ് റിഫ്ലക്ഷൻ എന്നത് വെറുമൊരു ഉത്കണ്ഠയോ വെപ്രാളമോ ഒന്നുമല്ല. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നതിന് പകരം കുറച്ചു സമയമെടുത്ത് ആഴത്തിൽ ചിന്തിക്കാനും സ്വന്തം തീരുമാനങ്ങളെപ്പോലും ചോദ്യം ചെയ്യാനുമുള്ള നിങ്ങളുടെ വലിയൊരു കഴിവ് കൂടിയാണിത്. ഇതൊരു വളരെ പ്രൊഡക്റ്റീവായ ഓവർ തിങ്കിംഗ് ആണെന്ന് പറയാം. സാധാരണ ആളുകൾ മേശയിലെ പുസ്തകങ്ങൾ ഏത് ഓർഡറിലെടുക്കി വെക്കണം, അല്ലെങ്കിൽ പേന എവിടെ വെക്കണം എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പൂർണ്ണമായും സങ്കീർണമായ പ്രശ്നപരിഹാരങ്ങളിലും ഉൽപ്പാദനക്ഷമമായ ചിന്തകളിലും മുഴുകിയിരിക്കുകയാണ്. ഡെസ്ക് വൃത്തിയാക്കൽ ആ തലച്ചോറിനൊരു വിഷയമേ അല്ല. നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്കെത്തുകയാണ്. ഇതുവരെ നമ്മൾ കണ്ട ശാസ്ത്രീയ സത്യങ്ങളെല്ലാം ഒന്ന് ചുരുക്കി പറയാം. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് നിങ്ങളുടെ സ്വഭാവങ്ങൾക്കുള്ള തികച്ചും ശാസ്ത്രീയമായ ഒരു സ്ഥിരീകരണമാണ്. ഒരു കാര്യം വളരെ വ്യക്തമായി നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങളൊരു വിചിത്ര സ്വഭാവക്കാരനോ മടിയനോ ഒന്നുമല്ല. നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ കാര്യക്ഷമമായ സങ്കീർണമായ ഒരു തലച്ചോറാണ്. അത് വിവരങ്ങളെ വളരെ ആഴത്തിൽ കൈകാര്യം ചെയ്യുന്നു. കൂടാതെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി മാത്രം തന്റെ വിലപ്പെട്ട ഊർജ്ജം സംരക്ഷിച്ചുവയ്ക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ വിഷമിക്കണ്ട. നിങ്ങൾ ശരിക്കും ബൗദ്ധികമായി ഭയങ്കര തിരക്കിലാണ്. അങ്ങനെ നിങ്ങളുടെ ആ അലങ്കോലമായ ഡെസ്കിന് പിന്നിലെ രഹസ്യം നമ്മൾ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ തലച്ചോറിന്റെ ഈ അത്ഭുതകരമായ പ്രവർത്തനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു അഭിമാനം തോന്നുന്നില്ലേ? മനുഷ്യ മനസ്സിന്റെ ഇതുപോലുള്ള മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വരും വിശകലനങ്ങളിലൂടെ നമുക്കിനിയും ഒരുമിച്ച് കണ്ടെത്താം. അപ്പോൾ അടുത്തതായി നമ്മൾ ഏത് മനഃശാസ്ത്ര രഹസ്യമായിരിക്കും വെളിപ്പെടുത്താൻ പോകുന്നത്? കാത്തിരിക്കുക.